നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവറായിട്ട് നമ്മുടെ എക്സാമിന് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. നമ്മൾ ഏത് കൊമേഴ്സ് റിലേറ്റഡ് എക്സാംസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ നിന്നൊക്കെ എന്ത് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട് അല്ലേ, അതിനകത്ത് ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സും ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടേ നമ്മുടെ ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ക്ലാസ് നിങ്ങൾ കാണാവൂ. അപ്പം എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഒരു ഓർഗനൈസേഷനിൽ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് മാത്രമായിരിക്കില്ല ഉപയോഗിക്കുന്നത്, ഒരു സോഴ്സിൽ നിന്ന് മാത്രമായിരിക്കില്ല ഫണ്ട് കണ്ടെത്തുന്നത്. ഡിഫറെന്റ് സോഴ്സസോ നിന്ന് എന്ത് കണ്ടെത്താറുണ്ട്? ഫണ്ട് കണ്ടെത്തും. അങ്ങനെ അതിന്റെ ഒരു കോമ്പിനേഷൻ, ഡിഫറെന്റ് സോഴ്സസിന്റെ ആ ഒരു കോമ്പിനേഷനെ അല്ലെ പ്രൊപ്പോർഷനെ ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ refers to the combination of different sources of capital used by an organization to finance its activities. ഒരു ഓർഗനൈസേഷൻ അവരുടെ ഫണ്ട് കണ്ടെത്താനായിട്ട് ഏതൊക്കെ സോഴ്സ് ആണോ ഉപയോഗിക്കുന്നത് അതിന്റെ ആ ഒരു കോമ്പിനേഷനെ അല്ലെ ആ പ്രൊപ്പോസിഷനെ ആണ് പ്രൊപ്പോർഷനെ ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർ അതർവൈസ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി അല്ലെ. സ്വന്തം കുറെ ഫണ്ട് കാണും അല്ലേ, അതുപോലെ തന്നെ നമ്മൾ കടം വാങ്ങും. അപ്പം ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി എന്ന് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറയാം. ഇൻ അതർവൈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലില് എത്രത്തോളം ഓൺഡ് ഫണ്ടും എത്രത്തോളം ബോറോഡ് ഫണ്ടും ഇല്ലേ, അതായത് ഡെറ്റും ഇക്വിറ്റിയും ഏത് പ്രൊപ്പോർഷനിലാണ് അതിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ, നമ്മുടെ ബിസിനസിന്റെ, നമ്മുടെ സ്ഥാപനത്തിന്റെ ക്യാപിറ്റലില് എത്രത്തോളം ഡെറ്റും എത്രത്തോളം ഇക്വിറ്റിയും ഉണ്ട് അത് തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മീനിങ്? ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. കമ്പനിയുടെ മൊത്തം ക്യാപിറ്റലില് എത്രത്തോളം നമ്മുടെ ഓൺഡ് ഫണ്ടും എത്രത്തോളം നമ്മുടെ ഡെറ്റ് ഫണ്ടും ഉണ്ട്, ഇത് തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമുക്ക് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ കണ്ടെത്താം, അതായത് ആ പ്രൊപ്പോർഷൻ, അതായത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, അതായത് ഡെറ്റ് ബൈ ഇക്വിറ്റി, or the proportion of debt out of total capital. Debt by equity ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഡെറ്റ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡെറ്റ് ക്യാപിറ്റലും ഇക്വിറ്റിയും കൂടി ചേരുന്നതാണ് അല്ലേ. നമുക്ക് എന്ത് കണ്ടെത്താം? ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എത്രയാണെന്ന് കണ്ടെത്താം. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം ബോറോഡ് ഫണ്ടും ഓൺഡ് ഫണ്ടും ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഇറ്റ് ഈസ് ദ മിക്സ് ഓർ പ്രൊപ്പോർഷൻ ഓഫ് ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്, ഇക്വിറ്റി ആൻഡ് ഡെറ്റ്. ഇക്വിറ്റിയും ഡെറ്റും തമ്മിലുള്ള പ്രൊപ്പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെയാണ് എ ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ മിനിമൈസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് അല്ലേ. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് മിനിമൈസ് ചെയ്യുന്നു? ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കുന്നു. ആൻഡ് മിനിമൈസസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, avoid over or under capitalization and maximizes the value of the firm. എങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ, എന്റെ ബിസിനസിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എത്രത്തോളം ഡെറ്റും എത്രത്തോളം ഇക്വിറ്റിയും വേണമെന്ന് ഞാനല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്.
അപ്പൊ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്? റിസ്ക് കുറവായിട്ടുള്ളത്, അല്ലെ? റിസ്ക് കുറവും അതുപോലെ തന്നെ കോസ്റ്റും കുറവും, അല്ലെ? നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, കോസ്റ്റും റിസ്കും, ഇത് രണ്ടും കുറവ്. പക്ഷേ അതുവഴി നമ്മുടെ ഫേമിന് ക്യാപിറ്റൽ കുറയാനോ കൂടാനോ പാടില്ല. നമ്മുടെ ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. ഒരു ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം മിനിമൈസിങ് ദ റിസ്ക് കുറവായിരിക്കണം, റിസ്ക് കുറയ്ക്കുന്നതായിരിക്കണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന്റെ ചെലവ് കുറയ്ക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഈ വാക്കുകളൊന്നും മറക്കല്ലേ. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ എ ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം? 4 സ്റ്റേറ്റ്മെന്റ് തരാം. മാക്സിമൈസ് ദ ഫിനാൻഷ്യൽ റിസ്ക്, മിനിമൈസ് ദ വാല്യൂ ഓഫ് ദ ഫേം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാം. എന്നിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റും ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാം. അപ്പം ഒരു ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കണം, പക്ഷെ നമ്മുടെ ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. അണ്ടർ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്. അല്ലേ? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിൽ നിന്നും നമുക്ക് എത്രത്തോളം ഇങ്ങോട്ട് റിട്ടേൺ കിട്ടും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് സഹായിക്കുന്നു? ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മളെ സഹായിക്കുന്നു. എപ്പോഴും നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മുടെ ബിസിനസ്സിന് ഒരു സോൾവൻസി പൊസിഷൻ, അതായത് നമ്മൾ ഇൻസോൾവൻസിയിലേക്ക് കൊണ്ടുപോകുന്നില്ല, നമുക്ക് ക്യാഷ് ഫ്ലോ അത്യാവശ്യം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ ആണോ? ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കുന്നു, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുന്നു, ഷെയറിന്റെ വാല്യൂ കൂട്ടുന്നു, അതായത് മാർക്കറ്റ് വാല്യൂ, ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നു, അണ്ടർ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നു. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺ കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ സ്ട്രക്ചർ സഹായിക്കുന്നു. നമ്മുടെ ബിസിനസിന്റെ സോൾവൻസി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏത് പ്രൊപ്പോർഷൻ, ഇപ്പം രണ്ടും 1:1 വേണോ, അല്ലെങ്കിൽ ഇക്വിറ്റി കൂടിക്കൊണ്ട് ഡെറ്റ് കുറച്ച് വേണോ, അല്ലെങ്കിൽ ഇക്വിറ്റി കുറച്ചുകൊണ്ട് ഡെറ്റ് കൂടുതൽ വേണോ, ഏത് പ്രൊപ്പോർഷനിൽ വേണം, അല്ലെ ഏതൊരു മിക്സിൽ വേണം, ഏത് കോമ്പിനേഷനിൽ വേണം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ ആണ് സൈസ് ഓഫ് ദ ഫേം. ഓക്കെ, ഒന്നാമത്തെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ ഏതാണ്? സൈസ് ഓഫ് ദ ഫേം. ഇഫ് ദ ഫേം ഈസ് സ്മോൾ, it prefers to raise fund through the issue of equity share and also depends on retained earnings. അതായത് നമ്മുടെ ഫേം ചെറുതാണ്, സ്മോൾ ഫേം ആണ്, സ്മോൾ കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? എൻ്റെ സ്വന്തം ക്യാപിറ്റൽ, അല്ലേ, ഓൺഡ് ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴി ഫണ്ട് കണ്ടെത്താനും അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിൽ റീറ്റേൺഡ് ഏർണിങ്സ് യൂസ് ചെയ്യാനായിരിക്കും ഞാൻ നോക്കുന്നത്. എന്താണ് റീറ്റേൺഡ് ഏർണിങ്സ്? നമ്മൾ പറഞ്ഞാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. റീറ്റേൺഡ് ഏർണിങ്സ് എന്താണ്? ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തവും, കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തവും ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തുന്നു. അതിനെയാണ് റീറ്റേൺഡ് ഏർണിങ്സ്. അതിന്റെ മറ്റൊരു പേരാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. അപ്പം ആദ്യത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം, ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ സെലക്ട് ചെയ്യുമ്പം, പ്രൊപ്പോർഷൻ നമ്മൾ തീരുമാനിക്കുമ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാമത്തെ ഫാക്ടർ ആണ് ഇത്, സൈസ് ഓഫ് ദ ഫേം. നമ്മുടെ ഫേം സ്മോൾ സൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയറും റീറ്റെയിൻഡ് ഏർണിങ്സും ആയിരിക്കും. അതുപോലെ ബിഗ് ആൻഡ് ഗ്രോയിങ് ഫേംസിന് അവരുടെ നല്ലപോലെ അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പൊ അവർ കൂടുതൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡെറ്റ് ക്യാപിറ്റൽ, പുറത്തുനിന്ന് ഫണ്ട് കണ്ടെത്താനായിരിക്കും ശ്രമിക്കുന്നത്. They can easily borrow loan from various sources at lower rate of interest. ഇല്ലേ? അവർക്ക് പല സോഴ്സ്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം,
പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ഇങ്ങനെ പല മാർഗത്തിൽ നിന്ന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം അല്ലേ, ഇങ്ങനെ പല ഡെറ്റ് ക്യാപിറ്റൽ സോഴ്സസിൽ നിന്നും ഇവർ ഫണ്ട് എന്ത് ചെയ്യുന്നു, റേസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ എന്താണ്, സൈസ് ഓഫ് ദ ഫേം. ഫേം സൈസ് സ്മോൾ. ഇഫ് ദ ഫേം സൈസ് ഈസ് സ്മോൾ, നമ്മൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള സോഴ്സ് ഏതാണ്, അല്ലെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കോമ്പിനേഷൻ ഏതാണ്, ഇക്വിറ്റി ഷെയറും റീറ്റെയിൻഡ് ഏർണിംഗ്സും ആയിരിക്കും. അതേസമയം നമ്മുടെ ഫേം ഗ്രോയിങ് ഫേം ആണ്, അല്ലെ ബിഗ് ഫേം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ക്യാപിറ്റൽ ആയിരിക്കും, ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈസിലി എന്ത് ചെയ്യാം, വേരിയസ് സോഴ്സസിൽ നിന്നും ഫണ്ട്, അതായത് ബോറോ ചെയ്യാം, ലോൺ ഒക്കെ ബോറോ ചെയ്യാം അറ്റ് വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ ആണല്ലോ. രണ്ടാണ് സ്റ്റേജ് ഓഫ് ദ ഫേം. അതായത് നമുക്കൊരു ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലേ, റിസഷൻ അല്ലെ, എന്താണ് പീക്ക് ഉണ്ട്, ഡിക്ലൈനിങ് സ്റ്റേജ് ഉണ്ട് അല്ലെ. അപ്പം ആ ബിസിനസ് സൈക്കിൾ അല്ലെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ, നമ്മുടെ കമ്പനിയുടെ ലൈഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രോത്ത് സ്റ്റേജും ഉണ്ട്, ഡിക്ലൈനിങ് സ്റ്റേജും ഉണ്ട് അല്ലെ. അപ്പം ലൈഫ് സൈക്കിളില് ഡിക്ലൈനിങ് സ്റ്റേജ് ആണ്, നമ്മളൊരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പുറത്തുനിന്ന് നമ്മൾ ലോൺ എടുക്കുകയോ ഡെറ്റ് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് നമുക്ക് പിന്നീട് മാറ്റിവെക്കാൻ പറ്റില്ല, ഫിക്സഡ് ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ് ഇല്ലേ. അപ്പൊ ഡിക്ലൈനിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയം നമ്മൾ ഗ്രോത്ത് സ്റ്റേജിലാണ്, നമുക്ക് നല്ലപോലെ ഫണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ കടം വാങ്ങിയാലും ലോൺ എടുത്താലും നമുക്ക് തിരിച്ച് അവർക്ക് പലിശ കൊടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡെറ്റിനെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിൽ എത്രത്തോളം ഡെറ്റ് ഉണ്ട്, എത്രത്തോളം ഇക്വിറ്റി ഉണ്ട്, ഇതിന്റെ പ്രൊപ്പോർഷനെയാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെ അഫക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ കൺസിഡർ ചെയ്യാൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാമത്തെ ഫാക്ടറാണ് ഫേമിന്റെ സൈസ്. ചെറിയ രീതിയിലുള്ള ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ആശ്രയിക്കുന്നത് റീറ്റെയിൻഡ് ഏർണിംഗ്സിനെയും ഇക്വിറ്റി ഷെയർസിനെയും തന്നെ ആയിരിക്കും. ബിഗ് ആൻഡ് ഗ്രോയിങ് ഫേംസ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെറ്റ് സോഴ്സ് ആയിരിക്കും, കാരണം അവർക്ക് ടൈമിലി ആ റീപേയ്മെന്റ് ഒക്കെ നടത്താം, ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒക്കെ ചെയ്യാം, അതുകൊണ്ട് അവര് ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് സ്റ്റേജ് ഓഫ് ദ ഫേം. സ്റ്റേജ് ഓഫ് ദ ഫേമിൽ പറയുന്നത് ഡിക്ലൈനിങ് സ്റ്റേജിലൂടെയാണ് ഒരു ഫേം കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഏതാണ്, ഇക്വിറ്റി ആണ്. അതേസമയം ഗ്രോത്ത് സ്റ്റേജ് ആണ് ഒരു ഫേം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും ഡെറ്റ് സോഴ്സ് ആണ് സ്യൂട്ടബിൾ. മൂന്നാമത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ് നേച്ചർ ഓഫ് ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ്സിൽ എന്താണ് പറയുന്നത്, ട്രേഡിംഗ് ഫേംസും ഉണ്ട്, മാനുഫാക്ചറിങ് ഫേംസും ഉണ്ട് അല്ലേ. ട്രേഡിംഗ് ഫേംസിന് കൂടുതൽ സ്യൂട്ടബിൾ എന്തായിരിക്കും, ഇക്വിറ്റി ആയിരിക്കോ ഡെറ്റ് ആയിരിക്കോ. ട്രേഡിംഗ് ഫേംസിന് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണ്, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ സാധനങ്ങൾ വാങ്ങുന്നു വിൽക്കുന്നു അല്ലേ, അവർക്ക് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ട്, അതായത് അവർക്ക് ഫണ്ട് എന്തായിരിക്കും വേണ്ടത്, മാനുഫാക്ചറിങ്ങിനെക്കാട്ടിലും ഫണ്ട് അവർക്ക് കുറച്ച് മതി അല്ലേ. അപ്പൊ അവർക്ക് കൂടുതലും വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഇക്വിറ്റി യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ നേച്ചർ ഓഫ് ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണ്, മെർക്കൻഡൈസിങ് ഫേമും ഉണ്ട്, പബ്ലിക് യൂട്ടിലിറ്റി ഫേംസും ഉണ്ട്. ഓക്കെ, അതായത് മെർക്കൻഡൈസിങ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പ്രോഡക്റ്റുകൾ വാങ്ങി, ട്രേഡിംഗ് ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഡക്റ്റുകൾ വാങ്ങി കൺസ്യൂമേഴ്സിന് വിൽക്കുന്ന ഫേംസ് ആണ് മെർക്കൻഡൈസിങ് ഫേം. ഓക്കെ, പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന് വിൽക്കുന്നു. ട്രേഡിംഗ് ഫേംസ്, ആ ട്രേഡിംഗ് ഫേംസ് ഏതിലായിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇക്വിറ്റിയിലായിരിക്കും. അതേസമയം പബ്ലിക് യൂട്ടിലിറ്റി ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവൈഡ് സർവീസസ് ടു പബ്ലിക് ഇല്ലേ, ദേ പ്രൊവൈഡ് എസെൻഷ്യൽ സർവീസസ് ടു പബ്ലിക്, അത് ഗവൺമെന്റ് റെഗുലേഷൻ ആയിരിക്കും. അവർ കൂടുതലും ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയർസും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ, ഒന്നും കൂടെ പറയണോ, നമുക്ക് ഒന്നും കൂടെ സോഴ്സസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ്, ഒന്ന് സൈസ് ഓഫ് ദ ഫേം. സ്മോൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയറും റീറ്റെയിൻഡ് ഏർണിംഗ്സും ആയിരിക്കും സ്യൂട്ടബിൾ. ലാർജ് ഫേം അല്ലെ ബിഗ് ഫേം അല്ലെ ഗ്രോയിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും സ്യൂട്ടബിൾ. രണ്ടാമത്തേണ് സ്റ്റേജ് ഓഫ് ദ ഫേം. ഡിക്ലൈനിങ് സ്റ്റേജും ഉണ്ട്, ഗ്രോത്ത് സ്റ്റേജും ഉണ്ട്. ഡിക്ലൈനിങ് സ്റ്റേജിൽ നമ്മൾക്ക് ഇക്വിറ്റി ആയിരിക്കും
മൂന്നാമത്തെയാണ് നേച്ചർ ഓഫ് ബിസിനസ്. മെർക്കൻഡൈസിംഗ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റുകൾ വാങ്ങി വെച്ചിട്ട് അത് വിൽക്കുന്ന ഫോംസ് ആണ് മെർക്കൻഡൈസിംഗ് ഫേം. അവർക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇക്വിറ്റി ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് പബ്ലിക് യൂട്ടിലിറ്റി ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസസ്, എസെൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേംസ് ആണ് പബ്ലിക് യൂട്ടിലിറ്റി ഫേംസ്. ഇവർക്ക് കൂടുതൽ സ്യൂട്ടബിൾ എന്താണ്? ഇവർക്ക് എന്തുണ്ട്? ഇൻകം ഉണ്ട്, റെഗുലർ ആയിട്ടുള്ള ഇൻകം കാര്യങ്ങളും ഒക്കെ കൂടുതൽ വേണം അല്ലെ. അപ്പൊ അവർക്ക് കൂടുതൽ യൂസബിൾ ആയിട്ടുള്ളത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്തായിരിക്കും? ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ആയിരിക്കും. അടുത്താണ് ഏണിങ്സ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത്. Firms having stable and regular earning include debt capital in their capital structure. അതായത് എന്റെ ഫേമിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഏണിങ്സ് ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഒരു ഏർണിംഗ് കിട്ടുന്നുണ്ട് എങ്കിൽ എന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എനിക്ക് ഡെറ്റ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഡെറ്റിന് നമ്മൾ എന്ത് കൊടുക്കണം? ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ, ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ സ്റ്റേബിൾ ഏർണിംഗ് ആണോ എന്നുണ്ടെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ എന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അൺസ്റ്റേബിൾ ഏർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ആ കറക്റ്റ് ടൈമിൽ പീരിയോഡിക് പേയ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണില്ല. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഒന്നാമത്തെ പോയിന്റ് സൈസ് ഓഫ് ദ ഫേം, 2 സ്റ്റേജ് ഓഫ് ദ ഫേം, 3 നേച്ചർ ഓഫ് ദ ബിസിനസ്, 4 സ്റ്റേബിൾ ഏർണിങ്സ്, 5 കണ്ടിന്യൂസ് ക്യാഷ് ഫ്ലോ. എന്റെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ക്യാഷ് ഇൻഫ്ലോയും ഉണ്ട്, നല്ലപോലെ ഇൻകം കിട്ടുന്നുണ്ട്, എനിക്ക് ഇപ്പം ഒരു ഡെറ്റ് ഉണ്ടെങ്കിലും അവർക്ക് കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ എനിക്ക് ഡിബഞ്ചേഴ്സോ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സോ വഴി എന്ത് ചെയ്യാം? ഫണ്ട് റേസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. അതാണ്. The company is under a legal obligation to pay a fixed rate of interest. ഇല്ലേ, നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വഴിയാണ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കണം. ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഫിക്സഡ് കൊടുക്കണം ഇല്ലേ. അപ്പൊ ഡെറ്റ് ക്യാപിറ്റൽ നമുക്ക് നല്ലപോലെ ക്യാഷ് ഫ്ലോ പൊസിഷൻ ഉണ്ട്, നമ്മുടെ കമ്പനി ഗുഡ് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്യാപിറ്റൽ യൂസ് ചെയ്യാം? ഇക്വിറ്റിയെക്കാട്ടിലും ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ 5 എന്തൊക്കെയാണ്? സൈസ് ഓഫ് ദ ഫേമിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ബിസിനസ് ഒരു സ്മോൾ സൈസ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നല്ല രീതിയിൽ ഡെറ്റ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കൊടുക്കേണ്ട ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയറും റീറ്റേൺഡ് ഏർണിങ്സും ആയിരിക്കും. നമ്മുടെ ഒരു ബിഗ് ആൻഡ് ഗ്രോയിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെറ്റ് ക്യാപിറ്റലിനെ ആയിരിക്കും. രണ്ടാമത്തെയാണ് സ്റ്റേജ് ഓഫ് ദ ഫേം. സ്റ്റേജ് ഓഫ് ദ ഫേമിൽ എന്താ പറഞ്ഞത്? ഡിക്ലൈനിങ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ, തകർന്നുകൊണ്ടിരിക്കുന്ന ഡിക്ലൈനിങ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും നല്ലത്. ഗ്രോത്ത് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ആയിരിക്കും നല്ലത്. നേച്ചർ ഓഫ് ബിസിനസ്, മെർക്കൻഡൈസിംഗ് ഫേം അല്ലെ ട്രേഡിംഗ് ഫേം ആണെന്നുണ്ടെങ്കിൽ ഏതാണ് നല്ലത്? ഇക്വിറ്റി. പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഡിബഞ്ചേഴ്സ് അല്ലെ ഡെറ്റ് ക്യാപിറ്റൽ ആണ് സ്യൂട്ടബിൾ. 3 സ്റ്റേബിൾ ഏർണിങ്സ്. സ്റ്റേബിൾ ഏർണിങ്സിൽ എന്താണ് പറയുന്നത്? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റേബിൾ ഏർണിങ്സ് ഉള്ള ഫോം ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്ക് കൂടുതൽ ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. അൺസ്റ്റേബിൾ ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും പ്രിഫറബിൾ. അടുത്ത കണ്ടിന്യൂസ് ക്യാഷ് ഫ്ലോ. നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ ഗുഡ് ആണ്, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. കാരണം ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്, ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയാലും ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയാലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയാലും ഒക്കെ നമുക്ക് ആ ഒബ്ലിഗേഷൻസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ് ആണ് കൺട്രോൾ. ഈ ഫണ്ട്സ് ആർ റേസ്ഡ് ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ്. നമുക്കറിയാം, നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്, അവർക്ക് വോട്ടിംഗ് പവർ ഉണ്ട്. കൂടുതൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഓണേഴ്സ് നമ്മുടെ കമ്പനീസിലേക്ക് വരും, അവർക്കും കൂടി നമ്മുടെ കൺട്രോൾ ഡൈല്യൂഷൻ നടക്കും. ഇതൊക്കെ നമുക്കറിയാം. അപ്പം വീണ്ടും നമ്മൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴിയാണ് ഫണ്ട് റേസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ കൺട്രോളിംഗ് പവറിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു, കൂടുതൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴിയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരും പുതിയത്, അവർ നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സ് ആണ്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്.
നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പവറിനെ അത് ഡൈല്യൂട്ട് ചെയ്യും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഡെറ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കൺട്രോളിനെ ബാധിക്കുമോ? അവർക്ക് വോട്ടിംഗ് പവർ ഉണ്ടോ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ വോട്ടിംഗ് പവർ ഉണ്ടോ? ഇല്ല, നമ്മുടെ കമ്പനിയുടെ കൺട്രോളിനെ ബാധിക്കുന്നില്ല. അപ്പൊ കൺട്രോളിംഗ് എന്നുള്ള ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ കൺട്രോളിംഗിൽ എന്താ നമ്മൾ ഓർക്കേണ്ടത്? കൺട്രോളിംഗിൽ നമ്മൾ ഓർക്കേണ്ട ഫാക്ടർ അല്ലെ പോയിന്റ്സ് എന്താണ്? കൂടുതൽ ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ പവർ ഡൈല്യൂട്ട് ചെയ്യും. ഡെറ്റ് ക്യാപിറ്റൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ പവറിനെ അത് ഡൈല്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ ആ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ കണ്ടെത്താൻ ഉള്ള അല്ലേ കോസ്റ്റ്. ഇഫ് ദ എക്സിസ്റ്റിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിയ സോഴ്സ് സെലക്ട് ചെയ്യാത്തതാണ് നല്ലത്. ഇക്വിറ്റി ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മുടെ കമ്പനിക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോ കോസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതർവൈസ് ഇറ്റ് ക്യാൻ ജനറേറ്റ് ഫണ്ട് ഫ്രം ഹൈ കോസ്റ്റ്. അപ്പൊ നമുക്ക് വലിയ രീതിയിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒന്നും നിലവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹയർ ആയിട്ടുള്ള കോസ്റ്റ് സോഴ്സ് സെലക്ട് ചെയ്യാം. അടുത്തത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി മീൻസ് നമുക്ക് ക്യാപിറ്റൽ നമ്മുടെ ഒരു ബിസിനസ്സിന് ആവശ്യാനുസരണം എപ്പോഴും കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? Reducing the amount of capital in business is possible only in case of debt capital or preference share capital. Equity ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പെർമനന്റ് സോഴ്സ് ഓഫ് ഫണ്ട് ആണ്, ഫ്ലെക്സിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ, ഇറ്റ് ഈസ് പെർമനന്റ് സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പൊ ഡെപ്റ്റോ പ്രിഫറൻസോ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനിയുടെ ഇഷ്ടപ്രകാരം നമുക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ. അടുത്തത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോസ്റ്റുകൾ ആവുന്നുണ്ട്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെലവുകളാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ബ്രോക്കറേജ് കമ്മീഷൻ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോസ്റ്റുകൾ ആവുന്നുണ്ട് ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ഡെറ്റ് ക്യാപിറ്റൽ ഇത് കുറവായിരിക്കും എന്തിനെ വെച്ച് നോക്കുമ്പോൾ? ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന്, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനായിരിക്കും ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുതൽ. അപ്പൊ അതും നമ്മൾ കൺസിഡർ ചെയ്യും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറവ് ഏതിനാണ്? ഡെറ്റ് ക്യാപിറ്റലിനാണ്. കൂടുതൽ ഏതിനാണ്? ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് കൺട്രോളിലോട്ട് ഒന്നും കൂടെ പറയാം. അതിന് മുന്നുള്ള പോയിന്റ്സ് നമ്മൾ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്തല്ലോ. അപ്പൊ കൺട്രോളിൽ എന്താണ് പറയുന്നത്? കൂടുതൽ ഇക്വിറ്റി ഷെയർസ് വീണ്ടും ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് കൺട്രോളിനെ അത് ബാധിക്കും. പുതിയ ഷെയർ ഹോൾഡേഴ്സ് കൂടെ വരും, അവർക്കും കൂടി വോട്ടിംഗ് പവർ ഷെയർ ചെയ്യും, കമ്പനിയുടെ പവറിനെ അത് ഡൈല്യൂട്ട് ചെയ്യും. അതേസമയം നമ്മൾ ഡെറ്റ് ക്യാപിറ്റൽ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൾറെഡി നമ്മുടെ കമ്പനിക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു ലോ കോസ്റ്റ് സോഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയം നമുക്ക് ഓൾറെഡി ലോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹൈ സോഴ്സ് സെലക്ട് ചെയ്യാം. അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ ബിസിനസിന്റെ ക്യാപിറ്റൽ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. ഏത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അടുത്തതാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റിൽ എന്താണ് പറയുന്നത്? സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ബ്രോക്കറേജ് കമ്മീഷൻ ഒക്കെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇക്വിറ്റി ഷെയറിനാണ് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിനാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുതൽ എന്തിനെക്കാട്ടിലും? ഡെറ്റിനെക്കാട്ടിലും. ഓക്കെ, അടുത്തത് ഫണ്ട്സ് അവൈലബിലിറ്റി. ഇഫ് ദ മണി മാർക്കറ്റ് സ്ക്യൂസസ് ദ ഫേംസ് മേ റിസോർട്ട് ടു ഇക്വിറ്റി. എന്താണ് സ്ക്യൂസസ്? അതായത് ചൂഷണം ചെയ്യുക അല്ലെ. അതായത് മണി മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല, മണി മാർക്കറ്റിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിലേക്ക് മാറാം? ഇക്വിറ്റിയിലേക്ക് മാറാം. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ സപ്ലൈ ഓഫ് ഫണ്ട് ഇൻ ദ മണി മാർക്കറ്റ് ഈസ് അബണ്ടന്റ്, ദ ഫേം മേ ഡിപ്പെൻഡ് ഓൺ ഡെറ്റ്. അതായത് ഫണ്ട് അവൈലബിലിറ്റി, ഫണ്ട് സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഇല്ല, നമുക്ക് അമിതമായ ഫണ്ട് ഇല്ല, നമുക്ക് മണി മാർക്കറ്റ് ഫണ്ട് ഒന്നും റേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയം അബണ്ടന്റ് ആയിട്ട് ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റിനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
മാർക്കറ്റിൽ ഫണ്ട് അവൈലബിലിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റിനെ എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യാം. അടുത്തതാണ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്. എന്താണ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ? ഓൾറെഡി ടാക്സ് നമുക്ക് കൂടുതലാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇനിയും കൂടുതൽ ടാക്സ് ഇംപ്ലിക്കേഷൻസ് കൂടുന്നത് സോഴ്സ് സെലക്ട് ചെയ്യാതെ ഡെറ്റ് ക്യാപിറ്റലിന്റെ കൊടുക്കുന്ന റിട്ടേൺ ടാക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാൻ പറ്റും ഇല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ക്യാപിറ്റൽ എന്ത് ചെയ്യാം, നമുക്ക് ടാക്സിന്ന് ഡിഡക്ട് ചെയ്യാം, ടാക്സ് സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ ആണോ? അപ്പം ഫണ്ട്സ് അവൈലബിലിറ്റിയും കോർപ്പറേറ്റ് ടാക്സ് റേറ്റും കൂടെ ഒന്നും കൂടെ നോക്കാം. ഫണ്ട്സ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അബണ്ടന്റ് ആയിട്ട് ഫണ്ട് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് യൂസ് ചെയ്യാം. മാർക്കറ്റ് സ്ക്വീസ് ആണ്, അധികം ഫണ്ട് ഇല്ല മാർക്കറ്റിലെങ്കിൽ നമുക്ക് ഇക്വിറ്റി യൂസ് ചെയ്യാം. ടാക്സ് പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്, ടാക്സ് സേവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ ആണല്ലോ? അടുത്തതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മാർക്കറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഹൈ ഇൻട്രസ്റ്റ് കൊടുക്കണം, പബ്ലിക് ഡെപ്പോസിറ്റിന് ഹൈ ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയം ലോണിനും അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ ഇൻട്രസ്റ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. അടുത്താണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ട്, നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്നതിൽ ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് ബാങ്കിങ് കമ്പനീസിന് ഷെയർ ക്യാപിറ്റൽ വഴി മാത്രമേ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ബാങ്കിങ് കമ്പനീസിന് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന വഴി മാത്രമേ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ഫോംസിന്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിനൊക്കെ ഒരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഡെറ്റ് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇക്വിറ്റി മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ ഈ രണ്ട് പോയിന്റ് എന്തൊക്കെയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും റെഗുലേറ്ററി ഫ്രെയിംവർക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്താണ് പറയുന്നത്? മാർക്കറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഡെറ്റ് യൂസ് ചെയ്യാം, മാർക്കറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റെഗുലേറ്ററി കൺസിഡറേഷൻസ് ഉണ്ട്. ബാങ്കിങ് കമ്പനീസിന് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴി, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴി മാത്രമേ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമ്മൾ പ്രോപ്പർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്ത പോയിന്റ് ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മാനേജ്മെന്റ് അല്ലേ? വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ മാനേജ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് കൂടുതൽ ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഡെറ്റിന് നമ്മൾ ആ ഒരു ഫിക്സഡ് റിട്ടേൺ കൊടുത്താൽ മതി, ആ ഒരു ഒബ്ലിഗേഷനേ ഉള്ളൂ. പക്ഷെ ഇക്വിറ്റിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഹൈ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർക്കും നമ്മൾ ആ ഒരു പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കണം ഇല്ലേ? അപ്പം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റും മാനേജേഴ്സും ഏത് ക്യാപിറ്റൽ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള മാനേജേഴ്സ് ഏതായിരിക്കും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്? റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിരിക്കും. ഒരു മോഡറേറ്റ് ലെവൽ വരെ അവർ എന്ത് യൂസ് ചെയ്യത്തുള്ളൂ? ഡെറ്റ് ഫിനാൻസിങ് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഒന്നും കൂടി നോക്കാം. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലില് എത്രത്തോളം ഇക്വിറ്റിയും എത്രത്തോളം ഡെറ്റും നമ്മൾ യൂസ് ചെയ്തു, അതിന്റെ പ്രൊപ്പോർഷനെയാണ് എന്ത് കാണിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ മിക്സ് ഓർ പ്രൊപ്പോർഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മിക്സ് ഓർ പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് അല്ലേ? നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രത്തോളം ഓൺഡ് ഫണ്ടും ബോറോഡ് ഫണ്ടും ഉണ്ട്, അതിന്റെ പ്രൊപ്പോർഷനെ സൂചിപ്പിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഓക്കെ, ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പ്രാധാന്യം എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും റിസ്ക് കുറയ്ക്കാനും അതുവഴി നമ്മുടെ ഷെയറിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനും ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനും അണ്ടർ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനും ഒക്കെ എന്ത് സഹായിക്കുന്നു? നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പല ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിൽ നിന്നും നമുക്ക് എത്രത്തോളം റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം അത് ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ കമ്പനിയുടെ സോൾവൻസി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ
ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 10ഓളം ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ജസ്റ്റ് പോയിന്റ് മനസ്സിലാക്കിയപ്പോൾ അതിനുള്ളിൽ വരുന്ന എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഒന്നാമത്തെ എന്താണ്? സൈസ് ഓഫ് ദ ഫേം. ബ്രീഫായിട്ട് നമുക്ക് പറയാം. എന്താണ്? ഫേം സ്മോൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ രീതിയിലുള്ള ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? റീറ്റെയിൻഡ് ഏർണിംഗ്സും ഇക്വിറ്റി ആയിരിക്കും പ്രിഫറബിൾ. ഗ്രോയിങ് അല്ലെങ്കിൽ ബിഗ് ഫേം ആണെന്നുണ്ടെങ്കിൽ ഏതാണ് പ്രിഫറബിൾ? ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും പ്രിഫറബിൾ. സ്റ്റേജ് ഓഫ് ദ ഫേം. ബിസിനസ് ഡിക്ലൈനിങ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആണ് നല്ലത്. ഗ്രോത്ത് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ ആണ് നല്ലത്. നേച്ചർ ഓഫ് ബിസിനസ്. ട്രേഡിംഗ് അല്ലെങ്കിൽ മെർക്കൻഡൈസിംഗ് ഫേം ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും കൂടുതൽ നല്ലത്. പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക് യൂട്ടിലിറ്റി ഫേംസ് ആണ് എന്നുണ്ടെങ്കിൽ ഡെറ്റ് ക്യാപിറ്റലോ ഡിബഞ്ചറോ ഒക്കെ അവർക്ക് ഇഷ്യൂ ചെയ്യാം. സ്റ്റേബിൾ ഏർണിംഗ്. നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് സ്റ്റേബിൾ ഏർണിംഗ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യാം. സ്റ്റേബിൾ ഏർണിംഗ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും നല്ലത്. ഓക്കെ. കണ്ടിന്യൂസ് ക്യാഷ് ഫ്ലോ. ഏതാണ്? പ്രോപ്പർ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ഫേം ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. കാരണം അവർക്ക് ഫിക്സഡ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ. കൂടുതൽ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെറ്റ് ആണ് നല്ലത്. കാരണം കൂടുതൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താൽ നമ്മുടെ കമ്പനിയുടെ കൺട്രോൾ ഡൈല്യൂട്ട് ആവും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൾറെഡി നമുക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹയസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഓൾറെഡി നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിയാണ് നിൽക്കുന്നത്. ഹൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇക്വിറ്റി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വീണ്ടും കൂടും. അതിനെക്കാട്ട് നല്ലത് നമ്മൾ ലോ കോസ്റ്റ് സോഴ്സ് സെലക്ട് ചെയ്യുന്നതാണ്. അടുത്ത ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ ടോട്ടൽ ക്യാപിറ്റൽ കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് ഇക്വിറ്റി ആയി യൂസ് ചെയ്യുന്നതെങ്കിൽ പാടാണ്. ഫ്ലെക്സിബിൾ അല്ല. കാരണം ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്ന ബിസിനസ് ഫേംസിന് ഏത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്? ഡെറ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അതായത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, ബ്രോക്കറേജ് കമ്മീഷനെയൊക്കെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഏതിനാണ് കൂടുതൽ? ഇക്വിറ്റിക്കാണ് കൂടുതൽ വെൻ കമ്പയർഡ് ടു ഡെറ്റ്. അതും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫണ്ട് അവൈലബിലിറ്റി. നമുക്ക് മാർക്കറ്റിൽ ഫണ്ട് അവൈലബിൾ ആണ്, അബണ്ടന്റ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. അതേസമയം മാർക്കറ്റ് ഈസ് ഇൻ സ്ക്വീസ് സിറ്റുവേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ടാക്സ് നോക്കണം അല്ലേ? ടാക്സ് ബർഡൻ നോക്കണം. കമ്പനിക്ക് ഓൾറെഡി ടാക്സ് ബർഡൻ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഡെറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സിന് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അടുത്തൊരു പോയിന്റ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മാർക്കറ്റിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺസ് ഒക്കെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഏതാണ് നല്ലത്? ഇക്വിറ്റി ആണ് നല്ലത്. അടുത്ത റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഒരു പ്രോപ്പർ ഡെറ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷൻ മീറ്റ് ചെയ്യണം, ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസിന് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴി മാത്രമേ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തൊരു ലാസ്റ്റത്തെ പോയിന്റ് ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ്. എപ്പോഴും നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് തങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. അതേസമയം ലെസ് എക്സ്പീരിയൻസ്ഡ് അല്ലെ കൺസർവേറ്റീവ് ആയിട്ടുള്ളവർ റീറ്റേൺഡ് ഏർണിംഗ്സും ഇക്വിറ്റി ഒക്കെ യൂസ് ചെയ്യാനായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ബേസിക് ക്യാപിറ്റൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും നന്നായിട്ട് മനസ്സിലാക്കുക. എപ്പോഴും ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചത് ആയിരിക്കണം. ഓക്കെ, താങ്ക് യു.